ഹലോ ഓൾ, നമ്മളിന്ന് അനലോഗ് സർക്യൂട്ട്സിലെ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്നുള്ള ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൾറെഡി പവർ ആംപ്ലിഫയർ കംപ്ലീറ്റ് ചെയ്തിരുന്നു. സോ നമ്മുടെ ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈസ് എന്നുള്ള ചാപ്റ്ററിലേക്കാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ ആകെ നമ്മുടെ സിലബസിൽ 3 അവരെ പറയുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാവർക്കും അറിയാം, പവർ സപ്ലൈ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്താണെന്ന്. നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ നോക്കാം. പവർ സപ്ലൈ, സോ ബേസിക്കലി ദ പവർ സപ്ലൈ ഈസ് വൺ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻഡ് ടു പ്രൊവൈഡ് ദി സ്റ്റേബിൾ ഡി സി വോൾട്ടേജ് ഫിക്സ്ഡ് വാല്യൂ അക്രോസ് ലോഡ് ടെർമിനൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് വേരിയേഷൻസ്. ലോഡ് വേരിയേഷൻസിനനുസരിച്ചോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ചോ ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? പവർ സപ്ലൈ എന്ന് പറയാം. So the main function of regulated power supply is to convert an unregulated AC to a steady DC. ഒരു എ സിയെ ഡി സി ആക്കി മാറ്റുന്ന ഡിവൈസാണ് ആക്ച്വലി എന്ത്? പവർ സപ്ലൈ. വളരെ സിമ്പിളാണ് അല്ലേ? എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് പവർ സപ്ലൈ. അപ്പോൾ എങ്ങനെ ഇരിക്കും? പവർ സപ്ലൈയുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടായിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡി ഡി സി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എ സി ടു ഡി സി കൺവേർഷൻ കിട്ടുക എന്നൊക്കെ നിങ്ങൾ ബേസിക് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ബേസിക്കലി പറയാം. അപ്പോൾ ഒരു പവർ സപ്ലൈയുടെ ഒരു ബ്ലോക്ക് ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു പവർ സപ്ലൈയുടെയും ഇനീഷ്യൽ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ്. സോ ഈ ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്നത് ആക്ച്വലി നമ്മുടെ ഒരു 230 വോൾട്ട് എ സി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമുക്ക് ഇൻപുട്ടിൽ കിട്ടുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? യൂസിങ് എ ട്രാൻസ്ഫോമർ നമുക്ക് ഈ സിഗ്നലിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ എന്ത് വെച്ച് ചെയ്യാം? ട്രാൻസ്ഫോമർ ചെയ്യാം. അപ്പോൾ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. നമുക്കുള്ള ഈ 230 വോൾട്ടിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും, റെക്ടിഫയറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ റെക്ടിഫയർ നിങ്ങൾക്കറിയാം ബേസിക്കലി ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളായിട്ടുള്ള സിഗ്നലിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിനെ പോസിറ്റീവായിട്ടും നിലനിർത്തും. അപ്പോൾ ത്രൂ ഔട്ട് നമ്മുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ത്രൂ ഔട്ട് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് വേവ് ഫോം ആയിരിക്കും എന്തിന് കിട്ടുക? റെക്ടിഫയറിന് കിട്ടുക. ഈ റെക്ടിഫയറിനെ ഞാൻ കണക്ട് ചെയ്യുന്നത് ബേസിക്കലി ഒരു ഫിൽറ്ററിലേക്കാണ്. എന്താണ് ആക്ച്വലി ഫിൽറ്ററിൽ നമുക്ക് കിട്ടുന്ന വേവ് ഫോം? ഒരു കപ്പാസിറ്ററാണ് ബേസിക്കലി നമ്മൾ ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു ഫിൽറ്റർ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും? ഫിൽറ്ററിൽ കിട്ടും. എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. സോ ഫൈനലി എനിക്കൊരു റെഗുലേറ്ററാണ്. റെഗുലേറ്ററിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ഡി സി സിഗ്നൽ കിട്ടും. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം നമ്മൾ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, ഒരു ഫുൾ വേവ് റെക്ടിഫയർ വഴി നമ്മളിതിനെ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ഹാഫ് സൈക്കിളാക്കി. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മേജർ കോമ്പണൻ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഡയോഡാണ് അല്ലേ? പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഫിൽറ്ററാണ്. ഒരുപാട് രീതിയിലുള്ള ഫിൽറ്റർ ഉണ്ട്. കപ്പാസിറ്റർ ഫിൽറ്റർ, ഇൻഡക്ടർ ഫിൽറ്റർ, പൈ ഫിൽറ്റർ എന്നൊക്കെ ഒരുപാട് ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റർ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന കോമ്പണൻ്റ് എന്തായിരിക്കും? കപ്പാസിറ്റർ ആയിരിക്കും. ഫൈനലി നമ്മൾ റെഗുലേറ്ററിലേക്ക് മാറുമ്പോൾ റെഗുലേറ്റർ എന്ത് ചെയ്യും? ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് ആക്ഷൻ കാരണം എനിക്ക് കിട്ടുന്നൊരു വേവ് ഫോം ഉണ്ടല്ലോ, ഒരു ഫിൽറ്റർ വേവ് ഫോം. ഈ വേവ് ഫോം ആയിരിക്കും റെഗുലേറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. റെഗുലേറ്റർ എന്ത് ചെയ്യും? ഈ സിഗ്നലിനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? സെനർ ഡയോഡാണ്. അപ്പോൾ ആക്ച്വലി ഇത് നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാമാണ്. നമ്മൾ സിലബസിൽ പറയുന്ന സെനർ ഡയോഡ് റെഗുലേറ്റർ തന്നെയാണെങ്കിലും കുറച്ച് മോഡിഫൈഡ് ആണ് നമുക്ക് പഠിക്കാനുള്ള പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസിസ്റ്ററും സെനർ ഡയോഡും വെച്ചുള്ളൊരു റെഗുലേറ്റർ സർക്യൂട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫണ്ടമെൻ്റൽ ക്ലാസ് എന്നുള്ള രീതിയിൽ പവർ സപ്ലൈയുടെ ബേസിക് ഫണ്ടമെൻ്റൽസ് മാത്രമേ ഇന്ന് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ പവർ സപ്ലൈ ഡയഗ്രാം വരിക അല്ലേ? ഒരു 230 വോൾട്ട് എ സി ഉണ്ടെങ്കിൽ ആദ്യം ഇതായിരുന്നു നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എങ്കിൽ ഈ 230 വോൾട്ട് എ സി ട്രാൻസ്ഫോമർ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രാൻസ്ഫോമർ ഔട്ട്പുട്ട് ഇതുപോലെ കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടിനെ റെക്ടിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ റെക്ടിഫൈഡ് ഔട്ട്പുട്ടാക്കി മാറ്റും. ഫൈനലി നമ്മളൊരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ടാക്കി മാറ്റും. ഫൈനലി നമ്മൾ റെഗുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്യുവർ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണല്ലോ ആക്ച്വലി ഒരു പവർ സപ്ലൈയുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പവർ സപ്ലൈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം. ഫ്രം ദി ബ്ലോക്ക് ഡയഗ്രാം ദ ബേസിക് ഓഫ് പവർ സപ്ലൈ ഈസ് constituted by 4 elements via transformer, rectifier, filter and regulator put together. The output of the DC power supply is used to provide a constant DC
across the load. Let us briefly outline the function of each and every element in the DC power supply. ഓരോന്നിൻ്റെയും ഫംഗ്ഷനാലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വരിക? ഇനീഷ്യലി നമ്മളിപ്പോൾ പറയുന്ന ട്രാൻസ്ഫോമർ ആണെങ്കിൽ, ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ദ കറസ്പോണ്ടിങ് AC സിഗ്നൽ ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ഔട്ട്പുട്ട് വേവ് ഫോം. അപ്പോൾ ബേസിക്കലി നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. സോ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് റെക്ടിഫയർ? റെക്ടിഫയർ ആക്ച്വലി ചെയ്യുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തൊരു സിഗ്നൽ ഉണ്ടായിരുന്നു, അതിനെ ത്രൂ ഔട്ട് എന്താക്കി മാറ്റും? ഒരേ ഹാഫ് സൈക്കിൾസ് ഉള്ള വേവ് ഫോം ആക്കി മാറ്റാൻ നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്യും. യൂസിങ് എ ബേസിക് ഫിൽറ്റർ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലത്തെ ഒരു വേവ് ഫോം. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ഫിൽറ്റർ വേവ് ഫോം കിട്ടുക എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതായിരുന്നു ആക്ച്വലി നമുക്ക് കിട്ടുന്ന റെക്ടിഫയറിൻ്റെ സിഗ്നൽ എന്ന് ഞാൻ ജസ്റ്റ് ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു വേവ് ഫോമാണ് എനിക്ക് കിട്ടിയതെങ്കിൽ, ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞു ഫിൽറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്ററാണ്. സോ കപ്പാസിറ്റർ ഇനീഷ്യലി ഫുള്ളി ചാർജ് ആവും. ഓക്കെ, വീണ്ടും നമ്മളിതിൻ്റെ പീക്കിലെത്തുമ്പോൾ പിന്നെ വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. വീണ്ടും പീക്ക് വരികയാണ്, കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും, ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും, ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു സിഗ്നലാണ് എനിക്ക് ആക്ച്വലി എന്തിൽ കിട്ടുക? ഫിൽറ്ററിൽ കിട്ടുക. അപ്പോൾ ഫിൽറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്ററാണ് നമുക്കറിയാം. നമുക്ക് റെഗുലേറ്ററാണ് ലാസ്റ്റ് പഠിക്കാനുള്ളത്. റെഗുലേറ്ററിൽ എന്ത് ചെയ്യും? നമ്മളൊരു സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ട് ഈ കപ്പാസിറ്റർ ഫിൽറ്റർ വേവ് ഫോമിനെ നമ്മൾ എന്താക്കി മാറ്റും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റും. അപ്പോൾ ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഈ ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ട്, ബ്ലോക്ക് ഡയഗ്രം ഓഫ് പവർ സപ്ലൈ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബേസിലുള്ള ക്ലാസ്സസ് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഞാനൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ പവർ സപ്ലൈയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഏതൊരു പവർ സപ്ലൈയിലും ഇനീഷ്യൽ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസ്ഫോമർ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫോമർ കാണാം അല്ലേ. ഈ ട്രാൻസ്ഫോമർ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി എന്തിലേക്കാണ്? ഒരു റെക്ടിഫയറിലേക്കാണ്. ഇത് ഏത് റെക്ടിഫയറാണ് നമുക്കറിയാം, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറാണ് നമുക്കിവിടെ വരച്ചിരിക്കുന്നത്. സോ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ ആക്ച്വലി 4 ഡയോഡ് അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. 4 ഡയോഡ് അറേഞ്ച്മെൻറ്റ് കാണാം. 2 ഡയോഡ് ഇങ്ങനെയും 2 ഡയോഡ് ഇങ്ങനെയും. സോ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി നമ്മുടെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ വരയ്ക്കുന്നത്. സോ ഈ ഒരു റെക്ടിഫയറിന് ശേഷം എനിക്ക് കിട്ടുന്നത് എന്താണ്? ഒരു കപ്പാസിറ്റർ ബ്ലോക്കാണ്. ഈ കപ്പാസിറ്റർ ബ്ലോക്ക് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യും അല്ലേ. പിന്നെ നിങ്ങൾ നോക്കുക, ഈ ഫിൽറ്ററിന് ശേഷം നമുക്കിവിടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് RSഉം ഒരു റിവേഴ്സ് ബയാസ്ഡ് സെനർ ഡയോഡും കാണാം. ഈ ഒരു ബ്ലോക്കാണ് ആക്ച്വലി നമ്മുടെ എന്ത് വരിക? റെഗുലേറ്റർ വരിക അല്ലേ. വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ പാർട്ടാണ്. ഫൈനലി നമ്മളൊരു ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്തെടുക്കും? ഔട്ട്പുട്ട് എടുക്കും. ഇതാണ് ബേസിക്കലി ഒരു ടിപ്പിക്കലായിട്ടുള്ള പവർ സപ്ലൈയുടെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. സോ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ കുറച്ച് പോയിൻറ്റ്സുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഫസ്റ്റ് ഇതായിരുന്നു ആക്ച്വലി എൻ്റെ ഇൻപുട്ട് സിഗ്നൽ അല്ലേ. ഇതായിരുന്നു ആക്ച്വലി എൻ്റെ ഇൻപുട്ട് സിഗ്നൽ എങ്കിൽ ഈ ഇൻപുട്ട് സിഗ്നൽ ബേസിക്കലി പോയിൻറ്റ് P ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് പോയിൻറ്റ് P അല്ലേ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ മാർക്ക് ചെയ്തു. ഈ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്തു? പോയിൻറ്റ് Qയിലേക്ക് മാറ്റി. പോയിൻറ്റ് Q എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മുടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടാണ്. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിലനിന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിട്ട് മാറി? പോസിറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് മാറി. സോ ഇങ്ങനെയാണ് നമുക്ക് Q എന്നുള്ള പോയിൻ്റ് ആക്ച്വലി കിട്ടുന്നത് അല്ലേ. പിന്നെ നിങ്ങൾ നോക്ക്, R എന്നുള്ള പോയിൻ്റ് നോക്കുകയാണെങ്കിൽ ഇതാണല്ലോ R എന്നുള്ള പോയിൻ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനെ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇതുപോലെ ആക്കി മാറ്റി അല്ലേ. യെസ്, ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? ഒരു സിമ്പിളായിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു പാർട്ടിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റും. അപ്പോൾ ഇനീഷ്യൽ ഒരു കണ്ടീഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. ഇപ്പോൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യേണ്ട ഡിവൈസ് ആണെങ്കിൽ ത്രൂ ഔട്ട് 12 വോൾട്ട് അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഒരു പവർ സപ്ലൈയുടെ വേവ് ഫോം പറയാൻ പറ്റുക. എല്ലാവർക്കും ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പവർ സപ്ലൈ ജനറലായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് ആക്ച്വലി എന്താണ്?
വോൾട്ടേജ് റെഗുലേറ്ററാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ് റെഗുലേറ്റർ നിങ്ങൾക്ക് അറിയാം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അനാലിസിസ് ഒക്കെ പറയും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു നമ്മുടെ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ഈ ഒരു സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി ഇതാണ് എൻ്റെ VIN എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്ന ഒരു സീരീസ് റെസിസ്റ്റൻസ് ആണ് RS എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ നോക്കുക, ഞാനൊരു സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്ന റിവേഴ്സ് ബയാസിലാണ്. അതായത് നമ്മുടെ സപ്ലൈയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് സെനർ ഡയോഡിൻ്റെ നെഗറ്റീവിലേക്കും സപ്ലൈയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് സെനർ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫൈനലി ഒരു ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നമുക്ക് സെനർ ഡയോഡ് വരുന്നത്, സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ വരുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ബേസിക് ലോജിക്ക് എന്ന് എല്ലാവർക്കും അറിയാം. When the Zener diode is operated in the breakdown or Zener region, the voltage across its substantially constant for a large change in current through it. This characteristics permit to be used as a voltage regulator. അല്ലേ, അപ്പോൾ എത്ര ലോഡ് അപ്ലൈ ചെയ്താലും എത്ര ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുകയാണെങ്കിൽ ഇതിനാണ് നമ്മൾ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, as long as the input voltage Vin is greater than Zener voltage Vz. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സെനർ വോൾട്ടേജിനേക്കാളും കൂടുതലാണെങ്കിൽ ഇറ്റ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് അക്രോസ് ദി ലോഡ്. അപ്പോൾ ത്രൂ ഔട്ടായിട്ട് ലോഡിലേക്ക് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്ക് സാധിക്കും? സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററിന് സാധിക്കും. സോ ദ സീരീസ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് RS ലിമിറ്റ് ദി ഇൻപുട്ട് കറണ്ട്. അപ്പോൾ എന്താണിത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ലോജിക്ക്? ഇപ്പോൾ 12 വോൾട്ടിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉള്ള ഒരു സെനർ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് 13 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടും? 12 വോൾട്ട്. നമ്മൾ 14 വോൾട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 12 വോൾട്ട് ഔട്ട്പുട്ട്. നമ്മൾ 15 വോൾട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിലും നമുക്ക് എന്ത് കിട്ടും? 12 വോൾട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ഇങ്ങനെ ആയിരിക്കുമല്ലോ കിട്ടുക. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം, 13 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 12 വോൾട്ട് കിട്ടി. അപ്പോൾ റിമൈനിങ് ഉള്ള 1 വോൾട്ട് എവിടെ പോയി? അത് ആക്ച്വലി ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് ആയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുക. അപ്പോൾ 13 വോൾട്ട് കൊടുക്കുമ്പോൾ 12 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, 1 വോൾട്ട് നമുക്ക് ഡ്രോപ്പായിട്ട് മാറും. ഇതുപോലെ 14 വോൾട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 വോൾട്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടും, ത്രൂ ഔട്ട് 2 വോൾട്ടിൻ്റെ ഡ്രോപ്പ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരും. ഇതുപോലെ നമ്മൾ 15 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ത്രൂ ഔട്ട് 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും, 3 വോൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സീരീസ് റെസിസ്റ്റൻസിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പായിട്ട് ആക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള സെനർ വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ അല്ല നമുക്ക് പഠിക്കാനുള്ളത്, ഇതിൻ്റെ അനാലിസിസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ലോ എഫിഷ്യൻസി ഫോർ ഹെവി ലോഡ് കറൻറ്റ്സ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലോഡ് കറണ്ട് ഈസ് ലാർജ്, ദർ വിൽ ബി എ കൺസിഡറബിൾ പവർ ലോസ് ഇൻ ദി സീരീസ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്. അപ്പോൾ ടോട്ടലി ഈ ഒരു സർക്യൂട്ടിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹൈ ലോഡ് കണ്ടീഷൻസിൽ എഫിഷ്യൻസി എന്നുള്ളത് വളരെ പുവറായിരിക്കും ഒരു ഓർഡിനറി സെനർ ഡയോഡ് ആണെങ്കിൽ. അതുപോലെ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്ലൈറ്റ്ലി ചേഞ്ചസ് ഡ്യൂ ടു സെനർ ഇമ്പിഡൻസ്. ഈ സെനറിൻ്റെ ഇമ്പിഡൻസ് കാരണം 5 വോൾട്ടിൻ്റെ സെനർ ഡയോഡ് ആണെന്ന് പറയുകയാണെങ്കിലും അതിൻ്റെ ഒരു ഇമ്പിഡൻസ് കാരണം നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ചെറിയ ചേഞ്ചസ് വരാറുണ്ട്. ഇത് രണ്ടുമാണ് ആക്ച്വലി ഒരു സിമ്പിളായിട്ടുള്ള സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കും. അപ്പോൾ നമുക്ക് 2 രീതിയിലുള്ള റെഗുലേറ്റർ സർക്യൂട്ട്സ് നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയും. അപ്പോൾ എല്ലാവരും നോക്കുക, നമ്മളൊരു സെനർ ഡയോഡ് കണക്ട് ചെയ്തു, നമ്മൾ ട്രാൻസിസ്റ്റർ അതിന് സീരീസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻപുട്ടിന് സീരീസ് ആയിട്ട് നമ്മൾ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ. ഇതുപോലെ തന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ ഷണ്ടായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആക്ച്വലി ഇത് ഷണ്ട് വോൾട്ടേജ് റെഗുലേറ്റർ. ഇത് രണ്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ഫർദർ വീഡിയോസിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.